സംസ്ഥാനത്ത് വോട്ടിംഗ് പുരോഗമിക്കുമ്പോൾ പലയിടത്തും വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. മാത്രമല്ല, വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേട് നടന്നതായും ആരോപണമുയർന്നിട്ടുണ്ട്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചേർത്തലയിൽ നിന്നും ഗുരുതരമായ പിഴവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ചേർത്തല കിഴക്കേ 40-ാം ബൂത്തിൽ പോൾ ചെയ്യുന്ന മുഴുവൻ വോട്ടുകളും BJPക്ക് പോയതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഏത് ബട്ടണിൽ അമർത്തിയാലും വോട്ട് പോകുന്നത് BJPക്കെന്നാണ് പരാതി. LDF പ്രവർത്തകർ പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് ഇവിടത്തെ വോട്ടിംഗ് യന്ത്രം മാറ്റി വോട്ടെടുപ്പ് തുടരുകയാണ്. കൈപ്പത്തിക്ക് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ താമരയുടെ ലൈറ്റ് തെളിയുന്നതായാണ് വോട്ട് ചെയ്യുന്നവർ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോവളം ചൊവ്വാര മാധാപുരത്തെ 151-ാം നമ്പർ ബൂത്തിലാണ് കൈപ്പത്തി ചിഹ്നത്തിൽ കുത്തിയ വോട്ടുകൾ താമരയിൽ തെളിയുന്നത് കണ്ടത്. ബൂത്തിൽ 76 പേർ വോട്ട് ചെയ്ത ശേഷമാണ് ഈ തകരാർ ശ്രദ്ധയിൽപ്പെട്ടത്. വോട്ടിംഗ് മെഷീനിൽ കുത്തിയ ചിഹ്നമല്ല വിപാറ്റിൽ കണ്ടതെന്ന പരാതിയുമായി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പ്രിസൈഡിംഗ് ഓഫീസറെ സമീപിച്ചതോടെയാണ് പ്രശ്നം പുറത്തറിയുന്നത്. ഇതേ തുടർന്നുണ്ടായ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിൽ 2 ബൂത്തിലെയും പോളിംഗ് നിർത്തിവെച്ചു. ആലപ്പുഴയിൽ ഇത്തവണ കടുത്ത മത്സരമാണ് നടക്കുന്നത്. LDFന്റെ AM ആരിഫും UDFന്റെ ഷാനിമോൾ ഉസ്മാനും തമ്മിലാണ് പ്രധാന മത്സരം. ചേർത്തലയിൽ കൂടാതെ കോവളത്തും വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് പരാതി ഉന്നയിച്ചിട്ടുണ്ട്. പലയിടത്തും വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതിനെ തുടർന്ന് ആളുകൾ വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോയതായി റിപ്പോർട്ടുകളുണ്ട്. 1 മണിക്കൂറിലധികം കാത്തുനിന്നിട്ടും യന്ത്ര തകരാറിന് പരിഹാരമുണ്ടാവാത്ത സാഹചര്യത്തിലാണ് ആളുകൾ മടങ്ങിയത്. ന്യൂസ് ഡെസ്ക് ബിഗ് 14. ഐവാ സെൽസ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.